ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ചൈനീസ് നാഗരികതയുടെ മാതൃനദിയായ മഞ്ഞ നദിയാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ദുരന്തത്തിന്റെ നദി എന്നും ഇതിന് പേരുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ 6ാമത്തെ നദിയാണ് മഞ്ഞ നദി. ഏറ്റവും കൂടുതൽ അവശിഷ്ടങ്ങൾ നിറഞ്ഞ നദിയും ഇതുതന്നെയാണ്. ഹുവാങ് ഹെ എന്നും അറിയപ്പെടുന്ന ഇത് ക്വിങ്ഹായ് പ്രവിശ്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ലോസ് പീഠഭൂമിയിലൂടെ ഒഴുകുന്നു. അവിടെ അവശിഷ്ടങ്ങൾ എടുക്കുന്നു. അതതിന്റെ വെള്ള നിറത്തിന് മഞ്ഞ നിറം നൽകുന്നു. മഞ്ഞക്കടലിന്റെ ഭാഗമായ ബോഹായ് കടലിലേക്ക് ഒഴുകുന്നതിന് മുമ്പ് അത് പരന്ന് വടക്കൻ ചൈനയുടെ സമതലത്തിലൂടെ ഒഴുകുന്നു. പീഠഭൂമിയിൽ നിന്നുള്ള അവശിഷ്ടം അല്ലെങ്കിൽ ലോസ് എന്നറിയപ്പെടുന്ന ഒരുതരം ചെളി സാധാരണയായി നദീതടത്തിൽ അടിഞ്ഞുകൂടുകയും അതിന്റെ ഉയരം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് നദിയെ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വടക്കൻ ചൈന സമതലങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ളതാക്കുന്നു. ക്വിങ് രാജവംശത്തിന്റെ ഭരണകാലത്ത് സംഭവിച്ച 1887 വെള്ളപ്പൊക്കം ഏകദേശം 2 ദശലക്ഷം ആളുകളെ കൊന്നൊടുക്കിയതായി പറയപ്പെടുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. കഠിനമായ മലിനീകരണം കാരണം ചൈനയിലെ മഞ്ഞ നദിയുടെ 1/3 ഭാഗവും കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗശൂന്യമാക്കിയിരിക്കുകയാണ്. ഫാക്ടറി ഡിസ്ചാർജുകളും മലിനജലവും കാരണം അതിവേഗം വികസിക്കുന്ന നഗരങ്ങളിൽ നിന്ന് ആദ്യത്തെ പ്രധാന നഗരമായ സിനിങ്ങിൽ എത്തിയതിനു ശേഷം നദി വൻതോതിൽ മലിനമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.